ഹൗസ് ഓഫ് ദ ഡ്രാഗൻ്റെ സീസൺ 3 ഇപ്പോൾ കംപ്ലീറ്റ് ആയി. നല്ല അടിപൊളി ഫിനാലെ ആയിരുന്നു ഒരു 8ാമത്തെ എപ്പിസോഡ്. സോ ഇനിയൊരു 1-2 കൊല്ലമൊക്കെ കഴിയണം ഒരു സീസൺ 4 ഒക്കെ ഇറങ്ങാൻ. അതിന് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എപ്പോൾ ഇറങ്ങുമെന്നൊക്കെ. പക്ഷേ ഈ സീസൺ എൻറ്റയർലി ഈ ഒരു ടോട്ടൽ 3 സീസണുകളിൽ വെച്ച് തന്നെ ദി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നി. കാരണം ഇതിലാണ് ഇവർക്ക് പ്രോപ്പർലി ആ ഒരു ഡാൻസ് ഓഫ് ഡ്രാഗൺസ് പ്രോപ്പർലി ഇവർക്ക് കാണിക്കാൻ പറ്റിയത്. ആ ഒരു ബാറ്റിൽസിൻ്റെയൊക്കെ ഇൻറ്റൻസിറ്റി ഇതിൽ ആക്ച്വലി വലിയ വലിയ കുറേ ബാറ്റിൽസ് നമ്മൾ ഈ ഒരു സീസണിൽ കംപ്ലീറ്റ്ലി കണ്ടു. കഴിഞ്ഞ സീസണിൻ്റെ അവസാനം കാണിക്കേണ്ടിയിരുന്ന ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് വെച്ചിട്ടായിരുന്നു ഈ ഒരു സീസൺ തന്നെ തുടങ്ങിയത്. നല്ലൊരു ഹൈ കൊടുത്ത് ഇവർക്ക് ഇതിൻ്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. ഇതേപോലെ തന്നെ നല്ലൊരു ഹൈ കൊടുത്ത് എൻഡ് ചെയ്യാനും പറ്റി. സോ ബാറ്റിൽ ഓഫ് ടംബിൾട്ടൺ ആയിരുന്നു അവസാനത്തെ ഫിനാലെ എപ്പിസോഡ്. ഈ ഒരു എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മളിത് കഴിഞ്ഞ് വൈകുന്നേരം ഇടാം. ഇപ്പോൾ നമ്മളിതിൽ ജനറലായിട്ട് ഒരു സീസണിൻ്റെ കംപ്ലീറ്റ് ഒരു അനാലിസിസ് മാത്രമേ പറയുന്നുള്ളൂ, ഒരു റിവ്യൂ മാത്രമേ പറയുന്നുണ്ടാവുള്ളൂ. സോ ഈ ഒരു ഫൈനൽ ബാറ്റ് അടിപൊളിയായിരുന്നു. ഫിനാലെ ഭയങ്കര ടെൻഷൻ ഫില്ലിങ്, അല്ലെങ്കിൽ നല്ലൊരു ഹൈ ഒക്ടെയിൻ സാധനം. നമുക്കിപ്പോൾ എന്ത് നടക്കുന്നൊരു പിടുത്തമില്ല, ആരെങ്ങോട്ട് ചാടുന്നൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് നമ്മൾ ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് അതിൻ്റെയൊക്കെ ഒരു പ്രോപ്പർ കംപ്ലീഷൻ, എല്ലാ ക്യാരക്ടേഴ്സിനെയും പിടിച്ച് നിർത്തി നല്ല അടിപൊളിയായിട്ട് ആ ഒരു ടംബിൾ ടൗണിലെ സിറ്റുവേഷൻസ് നല്ല ഹൈ ടെൻഷൻ ബിൽഡിംഗ് ആയിട്ട് കാണിക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി മറ്റു കുറേ ഇപ്പോൾ ഈ ഒരു ടോട്ടൽ സീസണിൽ വേറെ വലിയ കുറേ ബാറ്റിൽസ് ഒക്കെ ഒരു മിസ്സാക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫിഷ് ഫീഡിൻ്റെ ആ ബാറ്റിൽ അതൊക്കെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള വലിയൊരു ബാറ്റിലാണ്. ദെൻ വിച്ചോസ് ബോളൊക്കെ ഒരു പെട്ടെന്നൊരു 5 മിനിറ്റിൽ കാണിച്ചു തീർത്തു. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ പെട്ടെന്ന് തീർത്തെങ്കിലും ഇവർ മെയിൻലി ഫോക്കസ് ചെയ്ത് ഈ രണ്ടെണ്ണമാണ്, ഈ ടംബിൾ ടൗൺ ബാറ്റിലും നമ്മുടെ ആദ്യത്തെ ബാറ്റിൽ ഓഫ് ഗള്ളറ്റും. പക്ഷേ കമ്പയർ ടു മറ്റ് സീസൺ വെച്ച് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ സ്കെയിലുള്ളത് ഈ ഒരു സീസണിലാണെന്ന് തോന്നുന്നുണ്ട്. ദെൻ കുറേയൊക്കെ പ്രാക്ടിക്കൽ എഫക്ട്സ് യൂസ് ചെയ്തു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോൾ ടംബിൾ ടൗണിലെ ബാറ്റിൽ ഇവർക്ക് കംപ്ലീറ്റ്ലി ഗ്രീൻ സ്ക്രീൻ വെച്ച് ചെയ്യായിരുന്നു. പക്ഷേ ആ ഒരു സിറ്റീനെ അവർ മറ്റേ പണ്ട് നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വൈബ് അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എഫക്ട്സ് വെച്ച് ഡിസൈൻ ചെയ്ത് ആർട്ട് വർക്ക് ചെയ്ത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഓർഗാനിക് ഫീൽ ഉണ്ടാവില്ല, ഒരു ഒറിജിനലാണെന്നുള്ളൊരു ഫീൽ. ആ ഫീലിംഗ് നമ്മൾ ഹൗസ് ഓഫ് ഡ്രാഗണിൽ കിട്ടിയതാണ്. ഇതിൽ നമുക്ക് കുറേ സ്ഥലത്തൊക്കെ ഭയങ്കര CGI ഫീൽഡായിട്ട് പല സമയത്തും തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു മുമ്പ് സീസണിലൊക്കെ തന്നെ. പക്ഷേ ഇതിൽ ഒരു പ്രാക്ടിക്കൽ എഫക്ട്സ് വെച്ച് പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രാഗൺ ബേൺസ് ഉള്ള, അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ കൂട്ടിയിട്ട് കത്തിച്ച സീസണൊക്കെ ആണെന്നാണ് ഈ സീസണിൽ പറഞ്ഞിട്ടുള്ളത്. ബാറ്റിൽ ഓഫ് ഗള്ളറ്റിലും ഇതിലൊക്കെ ആയിട്ട് കുറേ ഒരു ഡ്രാഗൺ ബാറ്റിൽസും ഈ ഒരു ഡ്രാഗൺ ഫയറും ഡക്കാരിസും നമ്മൾ കുറേ കണ്ടതാണ് ഈ സീസണിൽ. സോ അങ്ങനത്തെ കുറേ പ്രാക്ടിക്കൽ എഫക്ട്സ് വെച്ചും ദെൻ ഇവർ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റ്സും ഇവരുടെ അവർ വെപ്പണറിയിലൊക്കെ തന്നെ ഒരു വെയിറ്റേജും നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു വാൾ ഇവർ പിടിക്കുമ്പോൾ നടക്കും ഒരു വെയിറ്റുള്ള വാളാണെന്നുള്ള ഒരു ഫീല് നമുക്ക് ഈ സീസണിലല്ല മറ്റേലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രോപ്പർ ഇൻറ്റൻസ് ആയിട്ടുള്ള സാധനം ഈ സീസണിൽ നമ്മുടെ ഈ ഡെയ്മണ്ട് ആ ഒരു ഔട്ട്ഫിറ്റും ദെൻ നമ്മുടെ എയ്മണ്ടിൻ്റെ ഔട്ട്ഫിറ്റും മറ്റേ ഹാരൻ ഹെല്ലിലേക്ക് വരുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഷീൽഡും ആ ഒരു അങ്ങേരുടെ ആ ഒരു ആർമമെൻ്റ് ഉണ്ടല്ലോ, നല്ല പൊളി സാധനം എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് അതിലിപ്പോൾ ഹൈ ടവറിൻ്റെയോ അല്ലെങ്കിൽ ടാർഗറിയൻസിൻ്റെ ഒക്കെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കുറേ ഇപ്പോൾ അവരുടെ ആർമമെൻറ്റ്സിലും ഔട്ട്ഫിറ്റിലൊക്കെ തന്നെയുള്ള അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിങ്ങിലടക്കം നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ച് നമുക്കിത് കാണുമ്പോൾ നമുക്കൊരു ഒത്തൻറ്റിക് ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കത്തെ സെറ്റപ്പ് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് പല സമയത്ത് തരുന്നുണ്ട് ഈ ഒരു സീസണിൽ കംപ്ലീറ്റ്ലി. സോ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ പ്രൊഡക്ഷൻ സ്കെയിൽ അല്ല പൈസ നല്ല എറിഞ്ഞിട്ടുണ്ട്, പിടിച്ചു വെച്ചിട്ടില്ല. നമുക്ക് ചില സ്ഥലത്തൊക്കെ ഇവർ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ മെയിനായിട്ട് കാണിക്കേണ്ട സാധനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പാർട്ട് ഫ്രം ബാറ്റിൽ ഈ സീസണിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഇതിലെ ക്യാരക്ടർ ആർക്കുകളും ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷനുകളൊക്കെയാണ്. പ്രത്യേകിച്ച് ഏഗോൻ്റെയും റെനേറയുടെ കഴിഞ്ഞ കുറേ സീസണുകളായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ വെറുതെ ഇരുന്ന് കരച്ചിൽ മാത്രമേ ഉള്ളൂ. ആ ഒരു ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് എൻഗൾഫ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്ന് കഴിയും അടുത്ത കാര്യം, ഒന്ന് കഴിയും അടുത്ത ഇങ്ങനെ മോങ്ങിയിരിക്കൽ മാത്രമാണ് റെനേറ എങ്കിൽ ഇതിലേക്ക് വരുമ്പോഴാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു പ്രോപ്പർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് തന്നെ റെനേറ ക്യൂനായിരിക്കണം എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരെ കൊണ്ട് ഇതെന്തിപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ മറ്റൊരു സൈഡിലേക്ക് മാറാമെന്ന് പറഞ്ഞാൽ നമ്മളെ അടക്കം ചിന്തിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്താണ്, അവസാനം എന്താവുമെന്നൊക്കെ ഈവൻ ബുക്ക് വായിക്കണമെന്നില്ല. ഗെയിം ഓഫ് ത്രോൺസ് ഒന്ന് ശ്രദ്ധിച്ച് കണ്ടവർ ഞാനൊരു 3-4 വട്ടമൊക്കെ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ കണ്ടിട്ടുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഈ കാര്യം എന്താണെന്നുള്ളത് അവിടെ തന്നെ ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡാൻസ് ഓഫ് ഡ്രാഗൺസിനെ പറ്റിയും നമ്മുടെ കുറേ ക്യാരക്ടേഴ്സ് ഈവൻ നമ്മുടെ ഈ മറ്റേ കിങ്സ് ലാൻഡിങ്ങിനകത്ത് വെച്ചുള്ള സീനിൽ കൂടെ തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു, പറയുന്നുണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ്, ഒരു ഡാൻസ് ഓഫ് ഡ്രാഗണിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്നുള്ളതൊക്കെ നമുക്ക് പറയുന്നുണ്ട്. സോ അത് വലിയ സ്പോയിലറാവുമെന്ന് ഞാൻ പറയുന്നില്ല, അറിയാത്തവർക്ക് അറിയണ്ട ഇതെന്താവും എന്നുള്ളത്. സോ ആ ഒരു ട്രാൻസ്ഫോർമേഷനും ആ ഒരു ആർക്കൊക്കെ പ്രോപ്പർലി ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു സീസണിൽ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ആക്ട്രസ് നല്ല എക്സെപ്ഷണലായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. എമ്മി അവാർഡ്സ് പോകേണ്ട ഒരു സംഭവം തന്നെയാണ്. അറ്റ്ലീസ്റ്റ് നോമിനേറ്റ് ചെയ്യപ്പെടുന്നുള്ളത് തീർച്ചയാണ്. കാരണം അജാതി കിടിലും പെർഫോമൻസ് ആയിരുന്നു. റെനേറയുടെ ഒരു ക്യാരക്ടറിനെ നല്ല കിടിലും, ബാക്കിയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും
ഒരു ഒരു ഹയ്യർ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന നമുക്ക് നമ്മുടെ ശ്രദ്ധയപ്പെടുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് റെനേറയുടെ ട്രാൻസ്ഫോർമേഷൻ എൻ്റെ കണ്ണിൽ പ്രത്യേകിച്ച് നല്ല അടിപൊളിയായിട്ട് ഈവൻ അവസാനത്തെ ആ ഒരു ഫിനാലയിലടക്കം ആ ഒരു ക്യാരക്ടറിൻ്റെ മേക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഈ കണ്ണിൽ ഇങ്ങനെ ഒരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ. അപ്പോൾ പിന്നെ ആ ഒരു അനോയിറ്റഡ് ആ ഒരു നൈറ്റ് ഹുഡ് സെറ്റപ്പും പിന്നെ അവർ താൻ ആരാണെന്ന് പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇങ്ങനെ പറയുന്ന സീക്വൻസുകൾ ഇതൊന്നും ബുക്കിലില്ല. അത് ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ജോർജ് ആർ ആർ മാർട്ടിൻ അടക്കം ഇതെൻ്റെ ഇതെൻ്റെ കുഞ്ഞല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇതെൻ്റെ ഹൗസ് ഓഫ് ഡ്രാഗൺ അല്ല എന്ന് പറഞ്ഞ് പല സമയത്തും പറഞ്ഞിട്ട് ഇതിൽ നിന്ന് സ്പ്ലിറ്റായി പോയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ക്രിയേറ്റീവ് ഫ്രീഡം ഒന്നുമല്ലല്ലോ ഈ ബുക്കിൽ. ഈ കാര്യങ്ങളൊന്നും ഇതുപോലെ ഇങ്ങനെ എഴുതി നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് എഴുതിയ പോലെ അല്ല. അതൊരു ഒരു ഒരു സെപ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സ്പെക്റ്റീവിലൂടെ ആൾ കണ്ട രീതിയിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓൾ ടൗണിലുള്ള ഒരാൾ പണ്ടത്തെ കുറേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ആളുടെ കാഴ്ചപ്പാടിലൂടെ എഴുതിയിട്ടുള്ള സാധനം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ക്യാരക്ടേഴ്സിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന പോലെ ഗെയിം ഓഫ് ത്രോൺസ് പോലെ ഒരു ബുക്ക് എഴുതിയിട്ടില്ല. സോ ക്രിയേറ്റീവ് ഫ്രീഡം എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു ഈ ഒരു ഹൗസ് ഓഫ് ഡ്രാഗണിൻ്റെ കാര്യം. സോ അതുകൊണ്ട് ഇവർ റൈറ്റേഴ്സ് ഇങ്ങോട്ടേക്കൊക്കെ പോയതും ഓരോ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ബുക്ക് മെറ്റീരിയലിൽ നിന്നും മാറ്റി ഇവർ ചിന്തിച്ച കാര്യങ്ങളൊക്കെ ഐ തിങ്ക് നല്ല വശമായിട്ടും അല്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെയാണ് ഇതിൽ വർക്കൗട്ട് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നി. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാക്രിഫൈസ് ചെയ്യപ്പെടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ അഡാപ്റ്റേഷൻ എന്ന രീതിക്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് അഡാപ്റ്റേഷൻ. നല്ല കിറ്റിലിനായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അവർ പ്രത്യേകിച്ച് ക്യാരക്ടേഴ്സിനെ വെച്ച് ഇവർ കളി ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും അങ്ങോട്ടൊക്കെ അവരെടുക്കുന്ന പ്രധാനപ്പെട്ട ഓരോ ഡിസിഷൻസൊക്കെ തന്നെ ഇപ്പോൾ മൈസേരയുടെ ഒരു ക്യാരക്ടറും ആ ക്യാരക്ടർ എത്രത്തോളം ഇൻഫ്ലുവൻസ് ആണെന്നുള്ളതും ആ ഒരു ക്യാരക്ടർ കാരണം ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഹെലേനയുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഈ പറയുന്ന പോലെ ആലിസിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടു. അങ്ങനെ ഈ റെനേറിയ കാരണം ആൾ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ അവർ ക്യാരക്ടർ എഫക്റ്റ് ചെയ്യുന്നു, ഇവർ കാരണം എങ്ങനെ ബാക്കിയുള്ളവർ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ വളരെ അടിപൊളിയായിട്ട് ഇവർക്ക് സീസണിൽ ഡെപ്പിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഈസ് ബെസ്റ്റ് ഇൻ ദി സീസൺ. അതിൻ്റെ അപ്പുറത്തേക്ക് വേർന്നില്ല. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ സീസണിൽ ബാറ്റിലൊക്കെ ഉള്ളൂ. കാരണം ഈ സീരീസിൻ്റെ മെയിൻ ഉദ്ദേശം ഇതാണ്, ഈ ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ കാണിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ അവസാനം ഇവർക്ക് പറ്റാതെ പോയത് ഇതാണ്. നമ്മൾ ഒറ്റ സ്പ്ലിറ്റ് സെക്കൻഡിൽ ഒരു 5 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ഡെനേറിസ് അത്രയും കാലം കൊണ്ടുവന്ന ഐഡിയോളജി ഫുള്ളായിട്ട് വിട്ടിട്ട് ബേൺ ദ മോൾ എന്നുള്ള സെറ്റപ്പിലേക്ക് പോയതിന് പകരം കുറേ സീസണുകളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്ന് ഓരോരോ ഇവൻറ്റ്സ് എങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിനെ ട്രാൻസ്ഫോം ചെയ്ത് എന്നത് കാണിച്ച് അവസാനം ഒരു സെറ്റപ്പിലേക്ക് കൊണ്ട് നിർത്തുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ റെനേറിനെ വെച്ച്. ദാറ്റ് ഈസ് സോ ഗുഡ്, സോ വെൽ റിട്ടൺ. ആ ഒരു ക്യാരക്ടേഴ്സ് ഈ പറയുന്ന പോലെ ഡെയ്മൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, എയ്മണ്ടിൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഏഗോൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, ആ ക്യാരക്ടേഴ്സിനൊക്കെ കൊടുക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ കാര്യങ്ങളും അതിലേക്ക് പോകുന്ന ഇപ്പോൾ സമയം എടുത്തിട്ടാണെങ്കിലും ചില ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഈ ഡെയ്മണ്ടൊക്കെ വെച്ച് വലിപ്പിച്ച പോലെ തന്നെ എയ്മണ്ടിന് ഇതിൽ ഇവർക്ക് വലിപ്പിക്കായിരുന്നു. പക്ഷേ ഇൻഫാക്റ്റ് അതിൽ കുറേ ഇപ്പോൾ ആലിസ് റിവേഴ്സ് എന്നുള്ളൊരു ക്യാരക്ടർ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് ആ ഒരു ക്യാരക്ടറിൻ്റെ കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ബുക്കിലൊന്നും എവിടെ ഇല്ലാത്ത സാധനങ്ങൾ അതിൻ്റെ അവർ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ലോറിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്ന പോലത്തെയുള്ള കുറേ സെറ്റപ്പുകളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട്. സോ റൈറ്റിംഗ് ഇസ് ദ പീക്ക് ഇൻ ദി സീസൺ എന്ന് പറയാം. അഡാപ്റ്റേഷൻ എന്നുള്ള രീതിക്ക് ഈ സാധനം ബുക്ക് മെറ്റീരിയൽ ഇല്ല. അപ്പോൾ ബുക്കിലില്ലാത്ത കാര്യങ്ങൾ ഇവർ അഡാപ്റ്റ് ചെയ്ത് അതിന് വളരെ നല്ല രീതിക്ക് അഡാപ്റ്റ് ചെയ്ത് ഇവർക്ക് കൊണ്ടുവരാനൊക്കെ പറ്റിയിട്ടുണ്ട്. സോ റൈറ്റിംഗ് ഈസ് സോ ഗുഡ്. ഓവറോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി, പ്രൊഡക്ഷൻ സ്കെയിൽ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ ആ ഒരു 3-4 ഡ്രാഗൺ തമ്മിലുള്ള ഒരു കൂട്ടടിയൊക്കെ നമ്മൾ കണ്ടതാണ്. സോ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡ്രാഗൺ ഉണ്ട്, ബാറ്റിലുണ്ട്, ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. സോ എല്ലാം കൊണ്ടും ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഇതുവരെ അറിഞ്ഞിട്ടുള്ള ദി ബെസ്റ്റ് സീസൺ എന്ന് പറയും. കഴിഞ്ഞ സീസണിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സീസണിൽ ഇവർക്ക് മെയിൻലി പറ്റിയ പ്രശ്നം ബുക്ക് റീഡേഴ്സിനൊക്കെ അല്ലാത്തവർ നോക്കുമ്പോൾ ഈ ടൈം ജമ്പ് നടന്നിട്ട് ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈവൺ മറ്റേ ഇവരുടെയൊക്കെ ചെറുപ്പം കാണിച്ചു പെട്ടെന്ന് അങ്ങോട്ട് ട്രാൻസ്ഫോം ആയി അടുത്ത് ഇങ്ങനെ ഒരു 5-10 വർഷങ്ങൾക്ക് ഇങ്ങനെ പടപടാന്ന് പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ഒരു പ്രോപ്പർ കണക്ഷൻ കിട്ടാതൊക്കെ കുറേ പേർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് സീസണിലേക്ക് എത്തിയ സമയത്ത് ഒരുപാട് വലിപ്പിക്കൽ ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് ഡെയ്മണ്ടൊക്കെ വെച്ച് ഹാരൻ ഹെൽ ഇങ്ങനെ ചുറ്റിയിട്ടായിരുന്നു. തേർഡ് സീസണിലേക്ക് വന്നപ്പോഴാണ് ഇവർക്ക് ആ ഒരു പ്രോപ്പർ റിതം അത് പ്രോപ്പറായിട്ട് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ചില എപ്പിസോഡ് ഒരു 4-5-6 ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഹോൾട്ട് ചെയ്തു, ഒന്നൊരു ചവിട്ടിയ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അറ്റ് ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് നോട്ട് അടിപൊളിയായിട്ട് കൊണ്ട് വെച്ചത് കൊണ്ട് തുടക്കം അവസാനം അടിപൊളിയായിട്ട് കൊണ്ട് വെച്ചത് കൊണ്ട് നമുക്കൊരു പ്രോപ്പർ കംപ്ലീഷൻ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ദി ബെസ്റ്റ് സീസണാണ് സീസൺ 3. സീസൺ 4 ഇതിനെ സർപ്പാസ് ചെയ്ത് പോകണം. അതിലും വലിയ കാര്യങ്ങളൊക്കെ കാണിക്കണം. മേജർ ക്യാരക്ടറുകളെല്ലാം കാണിച്ച് ഈ ഒരു ഡാൻസ് ഓഫ് ഡ്രാഗൺ എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ഈ ഒരു 4th സീസണിലാണ്. അതിനപ്പുറത്തേക്ക് വലിപ്പിക്കാനില്ല, അതോടെ തീർക്കണം. അതൊരു ഇനീഷ്യലി പ്ലാൻ ചെയ്ത് തന്നെ ഈ 4 സീസണുകളായിട്ടാണ്. പക്ഷേ അതിലേക്ക് നല്ല സ്റ്റേജിങ് ഇവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഒരു 2 വർഷമൊക്കെ കാത്തിരിക്കണമായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇവർ കുറേ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പടം വരാതിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഏഗോൺ ദി കോൺക്വററിൻ്റെ
പടം. ഈ ഏഗോനെ പറ്റി ഒരുപാട് സമയത്ത് ഇതിൽ ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏഗോൻ്റെ ഡ്രീമിനെ പറ്റിയൊക്കെ. സോ പക്ഷേ ആ ഒരു പടത്തിൽ അതടക്കം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ടാവും. നൈറ്റ് കിങ്ങിൻ്റെ വരവും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഏഗോൻ്റെ ഡ്രീമിൽ കൂടെ എങ്ങനെയായിരുന്നു. പിന്നെ ഏഗോൺ എങ്ങനെയാണ് ഈ ഒരു 7 കിങ്ഡത്തിന് ഫുള്ളായിട്ട് കോൺക്വർ ചെയ്തു എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള പടക്കാണ് നമുക്ക് ഇനി അടുത്ത കൊല്ലം വരാനിരിക്കുന്നത് പറയുന്നത്. 2027 എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല ഇത്ര പെട്ടെന്ന് അവർക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. അത് ഇപ്പോൾ ജസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ്സ് എക്സ്പാൻഡിങ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ നൈറ്റ് ഓഫ് ദി 7 കിങ്ഡം അതിൻ്റെ സെക്കൻഡ് സീസൺ ഒരുപക്ഷെ അടുത്ത കൊല്ലം ഇറങ്ങും. അത് ഇവരെപ്പോലെ ഒരു 3 സീസണായിട്ടാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഹാൾട്ടില്ല. അതായത് ഇനിയിപ്പോൾ ഒരു കുറേ കാലം ഗ്യാപ്പ് കഴിഞ്ഞ് ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് അടുത്ത സീസൺ വരിക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യാനുള്ള കണ്ടന്റ് ഇവരിങ്ങനെ പുഷ് ചെയ്ത് ഒരു യൂണിവേഴ്സിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പ്ലാനൊക്കെയാണ്. സോ ഗുഡ്. ആ ഒരു ഗോട്ടഡ് ബുക്ക് സീരീസിൻ്റെ ഒരു ഗോട്ടഡ് ഒരു യൂണിവേഴ്സ്, ഒരു ഫ്രാഞ്ചൈസ്, അത് തന്നെ ബുക്സായിട്ടും ഈ പറയുന്ന പോലെ TV ഷോസായിട്ടും മൂവീസൊക്കെ ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് വരുന്നത്. ഈ സാധനമൊക്കെ ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. മറ്റേ ബലേറിയൻ വരുന്ന ഒരു സീനൊക്കെ ഉണ്ടാവും എൻ്റെ മോനെ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വേണമെന്നെങ്കിൽ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കംപ്ലീറ്റ് ആ ഒരു സിനിമയിൽ വരാൻ പോകുന്ന ഇവൻസിനെ പറ്റി, ആ ഒരു 7 കിങ്ഡം റീയൂണൈറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഈ കാണുന്ന അയൺ ത്രോണൊക്കെ ഉണ്ടായത് ആ ഒരു പടത്തിലായിരിക്കും നമ്മൾ കാണാൻ പോകുക. അതിനൊക്കെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം. ഞാൻ ഓൾറെഡി പണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു KGF സ്റ്റൈലിലൊക്കെ. പക്ഷേ അതൊരു ബുക്കിൻ്റെ കംപ്ലീറ്റ് അഡാപ്റ്റേഷൻ പോലെയായിരുന്നു. ഒരു മിനി സീരീസിനുള്ള സാധനം ഉണ്ടായിരുന്നു. ഒരു 10 എപ്പിസോഡൊക്കെ കാണിക്കാനുള്ള സാധനം ഉണ്ട്. അതെങ്ങനെയാണ് ഒരു ചുരുക്കി ഒരു സിനിമയിൽ കാണിക്കാൻ നമുക്ക് നോക്കാം. അത് പിന്നെ സംബന്ധിച്ച് ഈ സീസൺ വാസ് സോ ഗുഡ്. അല്ല, റൈറ്റിംഗ് വാസ് സോ ഗുഡ്. അപ്പാർട്ട് ഫ്രം എവറിത്തിങ്, റൈറ്റിംഗ് ഇസ് സോ ഡാം ഗുഡ്. സോ എന്താണ് ഈ ഒരു സീസൺ 3 കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നമുക്ക് വൈകുന്നേരം ഇടാം. സോ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.